അപ്പോൾ നമ്മുടെ കാലിക്കറ്റ് എയർപോർട്ട് വഴി ട്രാവൽ ചെയ്യണേ ഒരു വീഡിയോ വൈറലായിട്ട് നിങ്ങൾ കണ്ടു. അതിന് 2 മില്യണിന് മുകളിൽ വ്യൂസ് പോയി. അപ്പോൾ ആ വീഡിയോ ശരിക്കും വൈറലാവാനുള്ള റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വിഷയം ജനങ്ങൾക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ആയ വിഷയമായതുകൊണ്ടാണ്. സാധാരണ നമ്മളെല്ലാ കണ്ടൻറ്റും ചെയ്യണ കൂടെ ഈ ഒരു കണ്ടൻറ്റ് ചെയ്തപ്പം അത് മറ്റുള്ളവന് ഒരുപാട് ബെനിഫിറ്റ് അതിലുണ്ടാവും തോന്നി. അങ്ങനത്തെ വീഡിയോസാണ് എന്നെ പോലത്തെ ഒരു കണ്ടൻറ്റ് ക്രിയേറ്റർക്ക് കൂടുതൽ വൈറൽ കിട്ടാനുള്ള ഒരു ചാൻസ് അതാണല്ലോ. അപ്പോൾ അതിൽ കാലിക്കറ്റ് എയർപോർട്ടല്ല ഇന്ത്യയിലുള്ള എല്ലാ എയർപോർട്ടുകളിലും ഉള്ള സെയിം റൂളാണെന്ന് ഞാൻ അവിടെ പറഞ്ഞില്ലേ കേട്ടോ. അത് ഓർമ്മപ്പെടുത്തിയത് നമ്മുടെ RJ ഫസ്റ്റിലും ആയിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കമൻറ്റിന് താഴെ ഞാനത് യെസ് യു ആർ റൈറ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു വീഡിയോയിൽ ഒരുപാട് പേര് കമൻറ്റ് ചെയ്തു. ഏകദേശം 550-600ഓളം കമൻറ്റുകളുണ്ടായിരുന്നു. അപ്പോൾ ഞാനതിൽ ഓക്കെ മാക്സിമം കമൻറ്റിന് ഞാൻ റിപ്ലൈ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെ അതിലുള്ള കുറച്ച് കമൻറ്റ്സ് ഇമ്പോർട്ടൻ്റ് ആയ കമൻറ്റ്സാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതിൽ കൂടുതൽ ആൾക്കാരെ സംശയം എന്ന് പറഞ്ഞാൽ ഐഫോണ് കൊണ്ടുവരാൻ കുഴപ്പമുണ്ടോ, ഡ്രോൺ കൊണ്ടുവരാൻ കുഴപ്പമുണ്ടോ. ഡ്രോണിനെ കുറിച്ച് ഞാൻ വേറെ തന്നെ ഒരു ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. അപ്പോൾ മറ്റുള്ള ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് കൊണ്ടുവരാൻ കുഴപ്പമുണ്ടോ എന്നുള്ള ഒരുപാട് കമൻറ്റ് ഉണ്ട്. അപ്പോൾ അതിനൊരു ഡീറ്റെയിൽ വീഡിയോ, ഒരു കുഞ്ഞ് ഡീറ്റെയിൽ വീഡിയോ ആണ് ഞാൻ ഈ ചെയ്യുന്നത്. നിങ്ങൾ കാലിക്കറ്റ് എയർപോർട്ടല്ല, ഇന്ത്യയിലെ ഏത് എയർപോർട്ട് വഴിയും നിങ്ങൾ ട്രാവൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യത്തിലുള്ളൂ, നമ്മളെ കയ്യിൽ ഒരു പരിധിക്കപ്പുറം ഇലക്ട്രോണിക് ഡിവൈസ് അതെന്തായിക്കോട്ടെ ഉണ്ടെന്നുണ്ടെങ്കിൽ കസ്റ്റംസിന് നമ്മളെ പിടിക്കാം, നമ്മളെ ചാർജ് ചെയ്യാം, നമുക്ക് പണി തരാം. അത് 3-4 കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ഓഫീസർ ഓൺ ഡ്യൂട്ടി, ഏത് ഓഫീസേഴ്സാണ് ഡ്യൂട്ടി എടുക്കുന്നത് അവരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പോയിന്റ് നമ്പർ 1. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എയർപോർട്ടിലെ തിരക്ക്. നമുക്കറിയാലോ കാലിക്കറ്റ് എയർപോർട്ടിൽ രാവിലെയും വൈകിട്ടും ഡിഫറെൻറ്റ് സിനാരിയോ ആണ്. അപ്പോൾ രാവിലെ ചില സമയത്ത് നമുക്ക് അവിടെ നല്ല ബിസി കാണാം എയർപോർട്ടിൽ, അല്ലെങ്കിൽ വൈകിട്ട് ചിലപ്പോൾ നല്ല ബിസി കാണാം. ഒരു 4-5 ഫ്ലൈറ്റ് കാണാം. ചിലപ്പോൾ കുവൈത്തിൽ നിന്നും ഖത്തറിൽ നിന്നും UAE നിന്നും മറ്റുള്ള കൺട്രീസിൽ നിന്നൊക്കെ ഒരുപാട് ഫ്ലൈറ്റ് വരുന്ന സമയം ഉണ്ടാവും. ആ സമയത്ത് ലഗേജ് ഹാൻഡ്ലിങ്, കസ്റ്റംസ് ഹാൻഡ്ലിങ് നമുക്ക് കാണാൻ പറ്റും. ഇമിഗ്രേഷൻ കഴിഞ്ഞാൽ തന്നെ വലിയ ക്യൂ കാണാൻ പറ്റും. അപ്പോൾ അത്തരത്തെ സമയത്ത് എല്ലാവരും സ്ക്രൂട്ടൺ ചെയ്ത് അവരുടെ അടുത്തുള്ള ഓരോരുത്തരെ മൊബൈൽ ഫോണും കാര്യങ്ങളൊക്കെ നോക്കി ആൾക്കാരെ ചെക്ക് ചെയ്യാൻ അത്ര എളുപ്പമല്ല. അപ്പോൾ ആ സമയത്ത് ചിലപ്പോൾ നിങ്ങൾ 4 ഐഫോൺ കൊണ്ടുപോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളൊരു ഒഴിവാക്കി വിടും. നേരെ മറിച്ച് അങ്ങനെ ആവില്ല മറ്റുള്ള സമയത്ത്. അതുകൊണ്ട് അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇറ്റ് വിൽ ഡിപ്പെൻഡ് ഓൺ ദ ടൈം വിച്ച് ടൈം യു ആർ ഗോയിങ് ടു ദ എയർപോർട്ട്. അടുത്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഐഫോൺ നമുക്ക് എല്ലാവർക്കും അറിയാലോ. UAE ഇപ്പോൾ ഐഫോൺ 16 പ്രോയുടെ വില ഏകദേശം 4000 ദിർഹംസാണ്. ഒരു 90,000 രൂപ വരും. നേരെ മറിച്ച് നാട്ടിലെ ഒരു 1.25 ലക്ഷം റുപ്യാണ്. പിന്നെ ഐഫോൺ എന്ന് പറഞ്ഞാൽ എല്ലാവരും മുമ്പേ ആൾക്കാർ ഒരു എന്താണ് ഒരു ലക്ഷറിയുടെ ഒരു പരിയായിട്ട് ഐഫോൺ കാണുന്നത്. ഇപ്പം അങ്ങനൊന്നും അല്ല കേട്ടോ. അപ്പോൾ ആ ഒരു ഇതല്ല. ഇപ്പോൾ ഫോണൊക്കെ മാറി. ഇപ്പം വല്ല ഫോൾഡ് അങ്ങനത്തെ വേറെ ഫോണുകളൊക്കെ ആയിരിക്കും വരിക. 3 മടക്കുള്ള ഫോണുകളൊക്കെയാണ് ഇപ്പോൾ കൂടുതലായിട്ട് ട്രെൻഡ് വരുന്നത്. അപ്പോൾ അത്തരത്തിൽ ഐഫോണ് ഒരുപാട് ഡിമാൻഡുള്ള കാര്യമാണ്. അതുകൊണ്ട് ഐഫോൺ നിങ്ങൾ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ പലരും നോട്ട് ചെയ്യും. എസ്പെഷ്യലി എനിക്കുണ്ടായ അനുഭവം എന്ന് പറഞ്ഞാൽ ഞാനൊരു 15 Pro Max കൊണ്ടുപോയി. പക്ഷേ ഞാൻ ആ ഫോൺ എന്ത് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് അത് ഇവിടുന്ന് ഞാൻ ആ ഫോണ് പൊട്ടിച്ചിട്ട് എൻ്റെ ആപ്പിൾ ID അതിൽ സിങ്ക് ചെയ്തിട്ട് എൻ്റെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ സിങ്ക് ചെയ്തിട്ടാണ് കൊണ്ടുപോയിരുന്നത്. അപ്പോൾ ഈ ഓഫീസർ അത് പൊക്കിയ സമയത്ത് ഞാൻ അയാളോട് കറക്റ്റ് കൺവിൻസ് ചെയ്തത് എൻ്റെ ഫോണാണ്. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിന് അത് കൺവിൻസ് ആയിട്ട് എന്നെ വിട്ടത്. നേരെ മറിച്ച് എന്നെ വിട്ട മാതിരി ചിലപ്പോൾ എല്ലാവരും വിടലുണ്ടാവില്ല. ചിലപ്പം നാളെ ഇപ്പോൾ ഈ വീഡിയോ ഒക്കെ ചെയ്ത് ചിലപ്പോൾ നാളെ ഞാൻ നാട്ടിൽ പോകുമ്പോൾ അവർ പറയാം നീ ആരാടാ, നീ വീഡിയോയിലെ ആളല്ല, എന്നെ ഒരു വേറെ മാടി വിളിക്കാനുള്ള ചാൻസും ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ നിങ്ങൾ ഈ 3-4 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ ഏത് സാധനമായാലും നമ്മളൊരു സ്പെഷ്യൽ ക്വാണ്ടിറ്റി, ഇപ്പോൾ നമ്മളിപ്പോൾ UAEക്ക് വരികയാണെങ്കിലും അതിൻ്റെ ഒരു വീഡിയോ നമുക്ക് വേറെ ചെയ്യാം കേട്ടോ. നമ്മൾ UAEക്ക് വരുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഏത് രാജ്യത്തേക്ക് പോകുകയാണെന്നുണ്ടെങ്കിലും ഒരു ക്വാണ്ടിറ്റിയിലധികം നിങ്ങളൊരു 10 സാധനം അല്ലെങ്കിൽ 8 സാധനം കൊണ്ടുവരുമ്പോൾ അവർക്ക് സ്വാഭാവികമായും സംശയിക്കാം നിങ്ങളിത് എന്തോ ബിസിനസ് ചെയ്യാൻ വേണ്ടി വരികയാണ്, സ്വാഭാവിക സംശയിക്കാം. അപ്പോൾ അവർ നിങ്ങളെ പൊക്കും. അപ്പോൾ ഈ ഒരു കാര്യം ഒഴിവാക്കിയിട്ട് ഹാസിൽ ഫ്രീ ട്രാവൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് ശ്രദ്ധിച്ചിട്ട് തന്നെ പോകണം. പിന്നെ ഇനി ആരെങ്കിലും നിങ്ങളുടെ നാട്ടിൽ പറയാം അവിടെ ഒരു ഗിഫ്റ്റ് കൊണ്ടുവന്ന് പറഞ്ഞാൽ അവരോട് ഈ കാര്യം നിങ്ങൾ ഓപ്പണായിട്ട് പറയാം. ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട്, നിനക്ക് വേണ്ടി ഈ ഫോൺ ഞാൻ വാങ്ങിക്കഴിഞ്ഞാൽ അവിടുന്ന് എയർപോർട്ടിൽ ഞാൻ ടാക്സ് കൊടുക്കേണ്ടി വരും, പിന്നെ ആ ഒരു കാര്യം നിനക്ക് കൺവിൻസിങ് ആവില്ല. അതുകൊണ്ട് ഗിഫ്റ്റ് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫോൺ ഓപ്പണായിട്ട് കൊണ്ടുവരും എന്നുള്ള ഒരു കാര്യം അവരോട് പറഞ്ഞിട്ട് അവരതിന് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളത് ചെയ്യാം. അപ്പോൾ ഇതാണ് കാലിക്കറ്റ് എയർപോർട്ടിൻ്റെ ഡീറ്റെയിൽ വീഡിയോ. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഇൻസ്റ്റാഗ്രാമിലെ വൈറൽ വീഡിയോൻ്റെ കൂടെ ഞാനത് യൂട്യൂബിലൊന്നും ഡീറ്റെയിൽ വീഡിയോ ചെയ്തില്ല. കാരണം അതിൻ്റെ റീസൺ വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഇൻസ്റ്റാഗ്രാമിലൊരു 1.5 മിനിറ്റ് റീലാണ് കൂടുതൽ അവർ പ്രൊമോട്ട് ചെയ്യുക. മീൻസ് നല്ല രീതിയിൽ ഇൻസ്റ്റാഗ്രാം തന്നെ അതിനെ പൊക്കിക്കൊണ്ടുപോകാം. അപ്പോൾ വലിയ 3 മിനിറ്റ് റീലൊക്കെ നമ്മൾ ഇൻസ്റ്റാഗ്രാം ചെയ്താൽ അത് പൊങ്ങാനൊക്കെ പാടാണ്. അതുകൊണ്ടാണ് ഇൻസ്റ്റാഗ്രാമിൽ എല്ലാവരും പൊതുവെ ചെറിയ റീൽസ് ചെയ്യുന്നത്. അവരെന്നെ റെക്കമെൻഡ് ചെയ്യുന്നത് നിങ്ങൾ 20 സെക്കൻഡ്സ് 90 സെക്കൻഡ്സിൻ്റെ ഉള്ളിൽ അവസാനിപ്പിക്കാൻ നല്ലതെന്നാണ്. അതുകൊണ്ട് കൂടുതൽ ഡീറ്റെയിൽ കാര്യങ്ങൾ ഇവിടെയാണ് വരേണ്ടത് ഇനി മുതൽ. കാരണം ഇത്രയും കാലം ഞാനത് ചെയ്തില്ലായിരുന്നു. അതുകൊണ്ട് കാലിക്കറ്റ് എയർപോർട്ട് എന്നല്ല, ഇന്ത്യയിലെ ഏത് എയർപോർട്ടിലും നിങ്ങൾ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഇത്തരത്തിലുള്ള കാര്യം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ യു ക്യാൻ ഗോ എ ഹാസിൽ ഫ്രീ ട്രാവൽ.